إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ആ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരായ ആളുകള് മുഹറം 10 പ്രത്യേകമായി നോമ്പെടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവരോട് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹറം 10 മാത്രം ഈ ജൂതന്മാരായ ആളുകൾ നോമ്പെടുക്കുന്നത് എന്ന്. അവരോട് ചോദിച്ചപ്പോൾ ജൂതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറുപടി പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലിനെയും അവരുടെ ശത്രുവായ ഫിർഔനിന്റെയും ആളുകളുടെയും അടുക്കൽ നിന്ന് മുഹറം 10 അല്ലാഹു അവരെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും തന്റെ ഉമ്മത്തിനോടായ നമ്മളോടും അടക്കം പറഞ്ഞ ഒരു മറുപടി, മൂസാ നബിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആൾ നിങ്ങളെക്കാൾ ഞാനാണ് മൂസാ നബിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും സഹാബാക്കളോടും ഉമ്മത്തിനോടും നമ്മളോട് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയുമാണ് ചെയ്തത്. അതാണ് ആശൂറ നോമ്പിന്റെ ചരിത്രം. എന്തിനാണ് ഇസ്ലാം ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരായ ആളുകൾക്ക് ഈ പറയുന്ന ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ കേവലം കഥകളല്ല, ഇത് മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്. ഈ കഥകളും യാഥാർത്ഥ്യങ്ങളും ഈ സംഭവങ്ങളും ഒക്കെ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞു തരുന്നത്? അത് ബുദ്ധിയുള്ളവരായ ആളുകൾക്ക് പഠന വിഷയമാണ്, പഠന വിഷയമാക്കാൻ വേണ്ടിയാണ്. വിശ്വാസികൾ ഈ ചരിത്രങ്ങൾ പഠിക്കുകയും ഈ ചരിത്രങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജീവിതത്തിൽ എവിടെയാണോ വീഴ്ചകൾ സംഭവിച്ചത് അവിടെ അതിനെ മറികടക്കാൻ, ആ വീഴ്ചകളെ മാറ്റി നിർത്തിക്കൊണ്ട് നേരായ മാർഗത്തിൽ ഗുണകാംക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ, പരിവർത്തിപ്പിച്ചെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കോ ഈ ചരിത്രങ്ങളിൽ നിന്ന് അതിനുതകുന്ന രൂപത്തിലുള്ള പാഠങ്ങൾ വിശ്വാസികൾ നേടിയെടുത്തേ പറ്റൂ. മുഹറം മാസത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. തസ്ഉഅ, ആശൂറ നോമ്പ് നോൽക്കുന്നവരാണ് നമ്മൾ. ഈ മുഹറം മാസത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് എന്താണ് ഈ ആശൂറയും മുഹറം മാസവും എന്താണ് അവർക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹറത്തിന്റെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് പ്രധാനമായി കണ്ടെത്താൻ സാധിക്കുന്നത്, ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായൊരു സുന്നത്തുണ്ട്, ഒരു നടപടിക്രമമുണ്ട്, ഒരു ചര്യയുണ്ട്. ആ നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മാറ്റം വരികയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളണം. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും ശത്രുവായ ഫിർഔനിനെയും അവന്റെ അനുയായികളെയും നശിപ്പിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമിനെയും സഹാബത്തിനെയും എന്ത് ചെയ്തു? റബ്ബ് സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ രക്ഷപ്പെടുത്തിയതായ സംഭവത്തിൽ നമുക്ക് കൃത്യമായ പാഠമുണ്ട്, മാതൃകയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിക്രമം കാണിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, എത്ര വലിയ ഭരണാധികാരിയാണെന്നുണ്ടെങ്കിലും, സാമ്പത്തികമായോ കുടുംബമഹിമയുടെ പേരിലോ ഏതെല്ലാം രൂപത്തിൽ എത്ര വലിയ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും, ആരാണോ അതിക്രമം കാണിക്കുന്നത് ആ അതിക്രമം പ്രവർത്തിക്കുന്നവരായ ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിശക്തമായി പിടികൂടുമെന്നുള്ളൊരു പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ുള്ളത്. മുമ്പ് കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ റബ്ബ് സ്വീകരിച്ച ഏതൊരു നടപടിക്രമങ്ങൾ അത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം, മനസ്സിലാക്കി നോക്കണം. എന്നിട്ടോ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമത്തിന് യാതൊരു വിധത്തിലുമുള്ള മാറ്റവും ഉണ്ടാവുകയില്ല. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ റബ്ബിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുവായിരുന്ന ഫിർഔനിനെ റബ്ബ് സുബ്ഹാനഹു വ തആല തകർത്തു കളഞ്ഞു. കാരണം ആ ഫിർഔൻ വലിയ അതിക്രമകാരിയായിരുന്നു. നമുക്കുള്ള പാഠം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ യുഗത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന സമകാലിക യുഗത്തിൽ ജീവിക്കുന്ന അതിക്രമം പ്രവർത്തിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഈ അതിക്രമം പ്രവർത്തിക്കുന്നവരെ റബ്ബ് എന്ത് ചെയ്യും? ഒരു നാൾ പിടിക്കുമെന്നുള്ളത് തീർച്ചയാണ്.
അത് ഭരണാധികാരികളായിക്കൊള്ളട്ടെ, നേതൃസ്ഥാനം വഹിക്കുന്നവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വ്യക്തിപരമായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിക്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പിടി എന്ന് പറയുന്നത് അത് ശക്തമായിരിക്കും. ഒരു എക്സ്ക്യൂസസും ആ വിഷയത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിക്രമങ്ങൾ വരാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മുഹറത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആഷുറാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠമായി നമുക്ക് കാണാൻ സാധിക്കും, അദൃശ്യം അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഒരു വിശ്വാസിക്കും ഒരു മുസ്ലിമിനും ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ കഴിയില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാൻ ഒരു പടപ്പിനും കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് തെളിവ്? മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളുമായി ഫിറഔനിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഓടുകയാണ്, രക്ഷപ്പെട്ടു പോവുകയാണ്, യാത്രയിലാണ് പോകുന്നത്. അവര് തിരിഞ്ഞു നോക്കുമ്പോ പിറകെ ആരുണ്ട്? ഫിറഔനും കൂട്ടരുമുണ്ട്. അങ്ങനെ മൂസാ നബിയും സഹാബികളും ഓടിച്ചെന്ന് എവിടെയാ നിൽക്കുന്നത്? ചെങ്കടലിന്റെ മുമ്പിലാ. നേരെ മുമ്പിൽ കടലാണ്, അപ്പുറത്തേക്ക് കടന്നു പോകാൻ ഒരു മാർഗവുമില്ല. പുറകിലേക്ക് നോക്കുമ്പോ ഫിറഔനും കൂട്ടരും തന്റെ അടുക്കിലേക്ക് ഓടിയെത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ എല്ലാ സഹായത്തിനുമുള്ള കൈകളും അടഞ്ഞിരിക്കുക, എല്ലാ വാതിലുകളും അടയപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ചിന്തിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു പരിഹാരങ്ങളും എന്ത് ചെയ്യുന്നില്ല, മൂസാ നബി അലൈഹിസ്സലാമിനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? മുമ്പിൽ കടലിലേക്ക് വേണമെങ്കിൽ എടുത്തു ചാടാം, കൂടിപ്പോയാൽ അവിടെ എന്തുണ്ടാകും? മരണം സംഭവിക്കാനിരിക്കുന്നു. പിറകിലേക്ക് നോക്കുമ്പോൾ ഫിറഔനും കൂട്ടരുമാണ്. അവരുടെ കൈകളിൽ പിടിക്കപ്പെട്ടാലും എന്താണ്? മരണം ഉറപ്പാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ അനുയായികൾ പറയുകയാണ്, ഫലമ്മാ തറാ അൽ ജംആൻ, ആ രണ്ട് സംഘങ്ങളും എന്ത് ചെയ്യുന്നു? പരസ്പരം കണ്ടുമുട്ടുന്നു. ഖാല അസ്ഹാബ് മൂസ, മൂസാ നബിയുടെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ പറയാണ്, ഇന്നാല മുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോവാണല്ലോ, അവർക്ക് നമ്മുടെ അടുത്തെത്തി, ഇപ്പൊ നമ്മൾ പിടിക്കപ്പെടും, അവരാൽ പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഖാല കല്ല, ഒരിക്കലുമല്ല, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്നുള്ളതാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ആ നിമിഷം വരെ, റബ്ബിൽ നിന്നുള്ള വഹി ഇറങ്ങുന്ന ആ സമയം വരെ മൂസാ നബിക്ക് ഇനി എന്താണ് ഒരു പോംവഴി എന്ന് അറിയുമായിരുന്നില്ല. പക്ഷേ തവക്കുൽ ചെയ്തു, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. മുമ്പിൽ കടലാണെന്നുണ്ടെങ്കിലും പുറകിൽ ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഞാൻ എന്തിനു ഭയക്കണം? എന്റെ രക്ഷിതാവായ റബ്ബ് എനിക്ക് വഴി കാണിക്കാനുണ്ട്, എന്നെ സഹായിക്കാനുണ്ടെന്നുള്ള തവക്കുലിന്റെ വചനം അദൃശ്യമായ രൂപത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്തത്? അവിടെ റബ്ബിൽ നിന്നുള്ള സഹായം ലഭിച്ചത്. വിശ്വാസികളെ, നമുക്ക് പാഠമാണത്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും തളരാൻ പാടില്ല, തവക്കുലുണ്ടാകണം, സബറോടുകൂടി നമ്മൾ നിൽക്കണം. അള്ളാന്റെ അടുക്കൽ നിന്നുള്ള സഹായം അദൃശ്യമാകുന്ന രൂപത്തിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാനോ പ്രവചിക്കാനോ സാധിക്കില്ല. മനുഷ്യൻ എന്നുള്ള നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സകല വാതിലുകളും നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട രൂപത്തിലായിരിക്കാം ഉണ്ടാവുക. ഇനി എന്താണ് ഒരു പോംവഴി, ഇനി എങ്ങനെയാണ് ഞാൻ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നുള്ള ചിന്തയിലായിരിക്കാം നമ്മൾ ഉണ്ടാകുക. നമ്മുടെ ചിന്തകളും അറിവിനും പരിമിതിയുണ്ട്. റബ്ബിന്റെ ചിന്തകൾക്കും റബ്ബിന്റെ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പരിധിയും പരിമിതിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദൃശ്യം അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. ഒരു പടപ്പിനും അറിയാൻ സാധിക്കില്ല. അള്ളാന്റെ സഹായം സുനിശ്ചിതമായും തഖ്വയുള്ളവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ അസാധാരണമായ സഹായം ഉണ്ടാവുന്നത് ആർക്കാണ്? റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം ആ കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുക, ചെങ്കടലാണ് മുമ്പിൽ. അവിടെ നിന്ന് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള അദൃശ്യമായ വിളിപാട് എന്താണ് ഉണ്ടാകുന്നത്? വഹി എന്താണ് ഉണ്ടാകുന്നത്? ഫഔഹൈനാ ഇലാ മൂസാ അൻ യുദ്രിബ് ബിഅസാകൽ ബഹർ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വിളി ഉണ്ടാവുകയാണ്, മൂസാ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ എന്ത് ചെയ്യ്? ആട്ടിടയന്മാരായിരുന്നു ആ നാട്ടിൽ. സ്വാഭാവികമായും അറബികളുടെ കയ്യിലൊരുക്കെ ഒരു വടി ഉണ്ടാകും, കുത്തിപ്പിടിച്ച് നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടി. മൂസാ നബിയോടാ പറയുന്നത്, ആ വടി കൊണ്ട് നീ ഒന്ന് എന്ത് ചെയ്യ്? കടലിൽ അടിക്കുക. അപ്പോഴോ ആ കടൽ എന്താവാണ്? രണ്ട് വലിയ മലകൾ പോലെ രണ്ട് പാളികളായി പിരിഞ്ഞു. പിരിയ മാത്രമല്ല, നല്ല ഉണങ്ങിയ
നല്ല ഉണങ്ങിയ രൂപത്തിൽ വഴിയായിട്ട് എന്ത് ചെയ്തു? ആ കടലിന്റെ നടുവിലൂടെ ഒരു വഴി രൂപപ്പെടുകയും ചെയ്തു. എന്നിട്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിലൂടെ, മറ്റൊരു സൂറത്തിലൂടെ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത് രാത്രിയിൽ പുറപ്പെടുക എന്നുള്ളതാണ്. രാത്രിയിലാണ് മൂസാ നബിയും മുസ്ലിമീങ്ങളും പുറപ്പെടുന്നത്. അങ്ങനെ സമുദ്ര മധ്യത്തിന്റെ അടുക്കിലെത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്? ഉണങ്ങിയ രൂപത്തിലുള്ള വഴി എന്ത് ചെയ്തു? അള്ളാഹു അവിടെ രൂപപ്പെടുത്തി കൊടുത്തു. അവർ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യബസൻ ലാ തഖാഫു ദറകൻ വലാ തഖ്ഷാ. ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ, അതിക്രമകാരികളായ ആളുകൾ, നിന്റെ ശത്രുക്കളായ ആളുകൾ നിന്നെ പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടിയും മൂസ നിനക്ക് വേണ്ട. വലാ തഖ്ഷ, യാതൊന്നിനെ കുറിച്ചും നീ ഭയപ്പെടേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. ഒന്നിനെ കുറിച്ചും ഭയക്കേണ്ട. ആരാണ് ഈ ഭയക്കേണ്ടതില്ലാത്തത്? ആരാണ് ഈ പേടിക്കേണ്ടതില്ലാത്തത്? ആരാണ് ഈ ദുഃഖിക്കേണ്ടതില്ലാത്തത്? ഒരു രീതിയിലുമുള്ള പരിഭവങ്ങളോ വിഷമങ്ങളോ വേണ്ടാത്തത് ആർക്കാണ്? അത് വിശ്വാസികളായ ആളുകൾക്കാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ് എന്ത് പറഞ്ഞോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകൾ, അള്ളാഹിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, സൂക്ഷ്മതയിൽ ജീവിക്കുന്ന, തവക്കുലോടുകൂടി ജീവിക്കുന്ന മുവഹിദീങ്ങളായ ആളുകൾക്ക് അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള സഹായം അസാധാരണമാകുന്ന രൂപത്തിൽ എന്തുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അത് വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെയുള്ള തഖ്വയുള്ളവരായ വിശ്വാസികളെ സംരക്ഷിക്കേണ്ടത്, പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? അള്ളാഹുവിന്റെ ഉത്തരവാദിത്ത. കാരണം പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കറകളഞ്ഞ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം, ബാധ്യത അല്ലാഹുണ്ട്. സുമ്മ നുനജ്ജി റുസുലനാ വല്ലദീന ആമനൂ, പിന്നീട് നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തുന്നു. കദാലിക ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം നമ്മുടെ മേലുള്ളൊരു ബാധ്യത എന്ന രൂപത്തിൽ വിശ്വാസികൾ അല്ലാഹ് രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, തീർച്ചയായും വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹ് പറഞ്ഞത്. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ബാധ്യതയാണ്. അള്ളാഹിന്റെ സഹായം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിരിക്കണം? വിശ്വാസികളാകണം. കേവലം നാവുകൊണ്ട് പറയുന്ന വിശ്വാസികളല്ല, ആ ഈമാൻ ഹൃദയത്തിലുള്ളവർ. ഹൃദയത്തിൽ മാത്രം ഉണ്ടായിട്ട് പോരാ, ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാകണം. ആ രൂപത്തിലുള്ള വിശ്വാസികൾക്ക് അള്ളാന്റെ സഹായം എല്ലാ രൂപത്തിലും ഉണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹ് പറയാണ്, വിശ്വാസികളെ, ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹിനെ സഹായിക്കണം. നമ്മൾ എങ്ങനെ അള്ളാഹിനെ സഹായിക്കാം? രണ്ട് രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാകണം നമ്മൾ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും എല്ലാ സമയങ്ങളിലും അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകണം. രണ്ടാമത്, അള്ളാഹ് നമുക്ക് എത്തിച്ചു തന്ന, നമുക്ക് സൗഭാഗ്യമായി തന്ന ഈ ഹിദായത്തുണ്ടല്ലോ, ഈ ഹിദായത്തുനിന്നുള്ള സൗഭാഗ്യം, അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ദഅവത്ത് എത്തിക്കുക, പ്രബോധനം നടത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ പ്രബോധനം നടത്തി ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രബോധനം നമ്മൾ നടത്തുമ്പോൾ അള്ളാഹിനെ സഹായിക്കലായിട്ട് അത് മാറും. ആ രൂപത്തിൽ അള്ളാഹിനെ സഹായിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. വയുസബ്ബിത് അഖ്ദാമക്കും, കാലുകളൊക്കെ ഇങ്ങനെ പെടപെടാന്ന് വിറയ്ക്കുന്ന സമയങ്ങളില്, ഹൃദയം സ്തംഭിച്ചു പോകുന്ന സമയങ്ങളില്, ഇനി എന്തുണ്ട് രക്ഷാമാർഗമെന്ന് വിചാരിച്ചു പോകുന്ന, വിറപ്പിക്കപ്പെടുന്ന ഘട്ടങ്ങൾ വന്നാൽ പോലും അള്ളാഹ് പറയാണ്, വയുസബ്ബിത് അഖ്ദാമക്കും, അവരുടെ കാൽപാദങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തും, പതറാതെ പിടിച്ചു നിർത്താനുള്ള ഖുവ്വത്ത് അവർക്ക് കൊടുക്കുന്ന. വിശ്വാസികളെ, നമുക്കതല്ലേ വേണ്ടത്? അള്ളാഹിന്റെ സഹായം ഉണ്ടാകണം. നമ്മുടെ കാൽപാദങ്ങളെയും ഹൃദയങ്ങളെയും ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകണം. ആ കഴിവ് ആര് തരുന്ന? അള്ളാഹ് തരുന്നതാ. അള്ളാഹുവിൽ നിന്ന് ആ കഴിവ് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹിനെ സഹായിക്കാൻ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടണം എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾക്കൊക്കെ അപ്പുറമായിക്കൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള അപാരമായ അനുഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. ഏത് രൂപത്തിൽ? ബനൂ ഇസ്രായേലരായ ആളുകളെ, മൂസാ നബിയെയും വിശ്വാസികളെയും അനുയായികളെയും എന്ത് ചെയ്തു? ഫിറഔനും കൂട്ടരും അതിക്രൂരമായി പീഡിപ്പിച്ചു. എല്ലാ രൂപത്തിലുമുള്ള പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങി. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്? അള്ളാഹ് അനുഗ്രഹിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള
ഭൂപ്രദേശങ്ങൾ അവർക്ക് അവകാശപ്പെടുത്തി കൊടുക്കും. ഏതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ കിഴക്കും പടിഞ്ഞാറുമുള്ള അനുഗ്രഹിച്ച ഭൂപ്രദേശങ്ങൾ? അത് ഷാമാകുന്ന ഇന്നത്തെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ആ പ്രദേശം അള്ളാഹു എന്ത് ചെയ്തു? ബനൂ ഇസ്രായേലിയർക്ക് കൊടുത്തതാണ്, അനുഗ്രഹിച്ചു കൊടുത്തതാണ്. അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും അള്ളാഹു അനുഗ്രഹിച്ച ഭൂമിയാണ് പകരമായിക്കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയത്. അത് ചരിത്രം വിശാലമാണ്, പറഞ്ഞാൽ തീരൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. എത്രയൊക്കെ പ്രയാസപ്പെടേണ്ടി വന്നാലും, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, അതിന്റെ ഒക്കെ പിന്നാമ്പുറത്തുണ്ട് എന്തുണ്ടാകും? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം ഉണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏതൊരു ഇടുക്കത്തിന്റെയും അപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള എളുപ്പമുണ്ട്, സഹായമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും പരാജിതനായി പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരുപാട് രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ഔദാര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. പല രൂപത്തിലുള്ള സ്വാധീനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ജനതയ്ക്കും നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം. ഫിർഔൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്ത് ചെയ്തു? കടലിന്റെ നടുവിലൂടെ വഴിയിലൂടെ രക്ഷപ്പെടുത്തുക. ആ വഴി നോക്കി കടന്നു വന്ന ഫിർഔനും കൂട്ടരും പിന്നീട് എന്ത് ചെയ്യാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ആ കടൽ പഴയതുപോലെയായി അവർ അവിടെ മുങ്ങി നശിക്കുകയാണ് ഉണ്ടായത്. ആ മുങ്ങി നശിക്കുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. മൂസാ നബി, മൂസയും അനുയായികളും ബനൂ ഇസ്രായേലിലും വിശ്വസിച്ച ഏകനായ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഫിർഔനിനോട് അള്ളാഹ് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴാണോ ഫിർഔനെ നിനക്കത് പറയാനുള്ള സമയമുണ്ടായത്? നിന്റെ ജീവിതത്തിൽ പല ആവർത്തിയായി റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ലഭിച്ചു. ആ ദൃഷ്ടാന്തങ്ങൾ കൃത്യമായി വിവരിച്ചു തരുന്ന രൂപത്തിലുള്ള ദൂതനെയും നിനക്ക് അയക്കുകയുണ്ടായി. പല ആവർത്തി ജീവിതത്തിൽ മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെയൊന്നും മനസ്സിലാക്കാതെ നീ എന്ത് ചെയ്താണ്? ധിക്കരിക്കുകയും കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തിട്ട് ഇപ്പൊ നീ എന്തേ വിശ്വസിക്കുകയെന്നോ? ഇപ്പോഴാണോ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളൊരു വാക്ക് നീ പറയുന്നത്? സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷകളെ കുറിച്ചുള്ള താക്കീതുകളായിട്ട് പല രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും പള്ളി മെമ്പറുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ താക്കീതുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തിനടക്കം എല്ലാ ദിവസവും നമ്മൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ, അധ്യാപനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പലപ്പോഴും ചിന്തിക്കാൻ എന്ത് ചെയ്യുന്നില്ല? മനുഷ്യന്മാര് തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു ദിവസം മരണം പിടികൂടുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. ഞാൻ മരിക്കൂല എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്നെ മരണം പിടികൂടുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. ആ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ നിസ്സഹായനായ മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയത്ത്, നമ്മുടെ ചിന്തകൾ ഉപയോഗിക്കുന്ന ഈ സമയത്ത് റബ്ബിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകൾ വന്നു പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നേറാനുമാണ് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ആ മനുഷ്യന്മാര് പറയുന്നതാണ്, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് മടക്കിത്താ റബ്ബേ, ഒരു നിമിഷമെങ്കിലും നീ ഞങ്ങൾക്കൊന്ന് നീട്ടിത്താ. ഒരുപാട് നമസ്കരിക്കാനുണ്ട്, ഒന്ന് നമസ്കരിക്കാൻ, ഒന്ന് സുജൂദ് ചെയ്യാൻ, നീ ഞങ്ങൾക്ക് നൽകിയ നിന്റെ സമ്പത്ത് നിന്റെ മാർഗത്തിൽ ഒന്ന് വിനിയോഗിക്കാൻ, ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഒരു നിമിഷം നീ ഞങ്ങൾക്കൊന്ന് അല്പസമയം ഒന്ന് നീട്ടിത്താ എന്ന് മനുഷ്യന്മാർ വിലപിക്കുമെന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, വാക്കുകളാണ്. ഈ വാക്കുകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത രൂപത്തിൽ പല മനുഷ്യന്മാരും അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളത് ഖുർആനിന്റെ കൽപ്പനയാ. അവിടെ വെച്ചുകൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസം അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ് ചോദിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴാണോ നിനക്കത് പറയാനുള്ള സമയം? ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ നീ ഇതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് അള്ളാഹ് പറയും. സഹോദരങ്ങൾ, അതുകൊണ്ട്
കാര്യങ്ങൾ, ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ, ചരിത്രങ്ങൾ, കഥകൾ, സംഭവങ്ങൾ, ഇതെല്ലാം നമുക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ബുദ്ധിയുള്ളവർക്ക് പഠിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, വീഴ്ചകൾ വന്നുപോയ കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനുള്ള മാർഗങ്ങളാണ്, മുൻകൂട്ടിയുള്ള ദൃഷ്ടാന്തങ്ങളാണ്, കൽപ്പനകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പരിവർത്തനത്തിന് വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്നോ മനുഷ്യന്മാരിൽ നിന്നോ ഏതെങ്കിലും രൂപത്തിലുള്ള ശല്യങ്ങളോ പീഡനങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ല ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സഹായകമാകാത്ത രൂപത്തിൽ ഒരു സിറ്റുവേഷൻ നമുക്കിടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരമൊരു സാഹചര്യം ബനൂ ഇസ്രായേലിയർക്ക് വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരോട് പറയാൻ വേണ്ടി കൽപ്പിച്ചതായ ഒരു വചനമുണ്ട് ഖുർആനില്. ആ വചനമാണ് നമുക്കുമുള്ള മറുപടി എന്ന്, ഉത്തരമെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ബനൂ ഇസ്രായേലിലെ ഫിർഔനും കൂട്ടരും നാട് കടത്താനുള്ള സകലമാന പരിശ്രമങ്ങളും അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പല രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൗഹൈനാ ഇലാ മൂസാ വഅഖീഹി, മൂസാ നബിക്കും ഹാറൂൻ നബിക്കും എന്ത് ചെയ്യുന്നു, അല്ലാഹു വഹി നൽകുകയാണ്. എന്താണ് വഹി നൽകുന്നത്? അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഈജിപ്തിൽ എന്ത് ചെയ്യണം, പ്രത്യേകമായ വീടുകൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അവരുടെ വീടുകളെ പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയെടുക്കുക. ആ സൗകര്യപ്പെടുത്തി എടുത്തിട്ട് വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖിബ്ലയാക്കുകയും അവിടെ വെച്ചുകൊണ്ട് നമസ്കാരം കൃത്യമായി മുറ പോലെ നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. വബശ്ശിരിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമയുണ്ടാകണം നമുക്ക്. ക്ഷമയോടൊപ്പം തന്നെ നമസ്കാരം നമ്മൾ മുറുകെ പിടിക്കണം. പലർക്കും മാനസികമായ ടെൻഷൻ വരുമ്പോൾ, അതല്ലെങ്കിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ഉഴപ്പുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകില്ല കൃത്യമായി നമസ്കരിക്കുന്ന വിഷയത്തിൽ. എപ്പോഴെങ്കിലുമൊക്കെ ആകാമെന്ന് വിചാരിക്കും. ഒരുപക്ഷെ മനുഷ്യന്മാർ റബ്ബിന്റെ അടുക്കൽ നിന്ന്, ആ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് വലിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹ് പറയാണ്, ക്ഷമിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കുക. അള്ളാഹുവിനോട് അത് രണ്ടും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ സഹായം തേടണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, അതല്ലെങ്കിൽ പൊതുവായി ഏതെങ്കിലും രൂപത്തിലുള്ള മൂസാ നബിയും തന്റെ അനുയായികളും അനുഭവിച്ച രൂപത്തിലുള്ള അതിക്രൂരതകൾ അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ, അള്ളാഹ് പറയാണ്, വീടുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, പള്ളികളാക്കി മാറ്റണം. ആ വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി നമസ്കാരം നിലനിർത്തണം. എത്ര വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും നമസ്കാരം നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം അതിലൂടെയാണ് വിശ്വാസികൾക്ക് കൺകുളിർമ ലഭിക്കുന്നത്. സഹോദരങ്ങളെ, നമസ്കാരം നിർബന്ധമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ അനുയായികളോടായി അള്ളാഹ് കൽപ്പിച്ചതായ കാര്യമാണ്, നിങ്ങളെ വീടുകൾ എന്ത് ചെയ്യുക, ഖിബിലകളാക്കി മാറ്റിയിട്ട് ആ വീടുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഖിബിലയിലേക്ക് തിരിയുക. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തണം. അതാതിന്റെ സമയങ്ങളിൽ നമസ്കരിക്കണമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഏതെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ആരാധനകൾ കൊണ്ട് സജീവമാകാൻ, ആരാധനകൾ ഇബാദത്തുകൾ ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മൾ അതിന് മാർഗം കാണേണ്ടത്.
ഇബാദത്തുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള മാർഗങ്ങൾ തേടുക. നമസ്കാരം കൃത്യമായി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഐക്യത്തോടെ നിന്നുകൊണ്ട് വിശ്വാസികൾ ഒരേ മനസ്സോടെ ഒരേ സ്വരത്തോടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ഏറ്റവും സന്തോഷകരമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിയണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവിൽ ഭൗതികമായ ആഡംബരങ്ങളോ അധികാരങ്ങളോ ഭൂമിയിൽ ഒരു കാരണവശാലും ശാശ്വതമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റബ്ബിൽ നിന്നുള്ള സഹായമാണ് ഏറ്റവും വലുത്. ആ സഹായം ലഭിക്കണമെങ്കിൽ കൃത്യമായ അചഞ്ചലമായ ഏറ്റവും നല്ല ഈമാനോടുകൂടി നിലനിന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഈമാൻ നിലനിർത്തി തരാൻ വേണ്ടി അള്ളാഹിനോട് അത് ശക്തമായി പ്രാർത്ഥിക്കണം. ആ ഈമാൻ നിലനിൽക്കാൻ വേണ്ടി കഠിനമായി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച വരെ നമ്മളിവിടെ വരുമ്പോൾ ഈ മുന്നിൽ കിടക്കുന്ന പള്ളിയുടെ മുന്നിലുള്ള സ്ഥലം മറ്റാരുടെയോ ആയിരുന്നു. അള്ളാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നപ്പോൾ ആ സ്ഥലം അള്ളാഹു നമുക്കായി നൽകി. അൽഹംദുലില്ലാ. അതിന്റെ പിന്നിൽ കഠിനമായി പ്രയത്നിച്ച ആളുകളുണ്ട്. നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അവിടെ ഒരു ദീനീ വിദ്യാഭ്യാസ സ്ഥാപനം, നിങ്ങളെല്ലാവരും അതിന്റെ ബോർഡുകളും പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ഒരു കൃത്യമായ അചഞ്ചലമായ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. വലിയ രൂപത്തിലുള്ളൊരു തുക ചെലവഴിച്ചുകൊണ്ടാണ് അത് ആധാരം ചെയ്ത് നമുക്ക് അനുകൂലമായി നമുക്ക് നമ്മുടെ പേരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകട്ടെ. അതിൽ സഹകരിച്ച മുഴുവൻ ആളുകളും ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ അവർ അതിൽ സഹകരിച്ചിട്ടുള്ളത്, അല്ലാഹു അവരുടെ നിയ്യത്തുകൾ പൂർണ്ണമാക്കി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അത് ജാരിയായ സദഖയായി എന്നെന്നും നിലനിൽക്കുന്ന സദഖയായിട്ട് അള്ളാഹു അതിനെ മാറ്റിത്തരികയും അതിന്റെ പ്രതിഫലം നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മരണശേഷവും അള്ളാഹു നമ്മുടെ പരലോകത്തിലേക്കും അതിന്റെ പ്രതിഫലം ഇങ്ങനെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ആ രൂപത്തിൽ സഹകരിച്ചവരായ ആളുകൾ അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ നീ മനസ്സിലാക്കി അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അതിന്റെ മുന്നോട്ടുള്ള ഓരോ കുതിപ്പിലും സഹകരിക്കാൻ നിൽക്കുന്നവരായ ആളുകൾ, സഹകരിക്കുന്നവർ അതിന്റെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിന് മുന്നോട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നവരായ ആ ഉപകാരങ്ങൾ ലഭിക്കുന്നവരായ ആളുകൾ, അതിനിങ്ങനെ തുടർന്നു പോകുന്നവരായ ആളുകൾ, ഇവരിൽ നിന്നൊക്കെ പ്രതിഫലം ഇതിന്റെ തുടക്കക്കാർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആശ്വാസവും ശമനവും അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകൾക്ക് അല്ലാഹു എളുപ്പവും ആശ്വാസവും നൽകുമാറാകട്ടെ. പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്നെല്ലാം അല്ലാഹു പൂർണ്ണമായ ആശ്വാസവും സമാധാനവും സന്തോഷവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.